നിങ്ങൾ വളരെ ഒരു മസിൽ പിടിച്ചാണല്ലോ ഇരിക്കുന്നത്. ടീച്ചർമാരൊന്നും വഴക്കൊന്നും പറയില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് മസിലൊക്കെ ഒന്ന് വിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഏതായാലും ഇന്നിപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഏതായാലും ഈ പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഉച്ചവരെ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ്സിൽ പോകണ്ട, ശരിയല്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടിയും കൂടെ പറ. പോകണ്ടല്ലോ, അതിനകത്തൊരു ക്ലാസ്സിൽ പോകണ്ട. ഇനി ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാം വല്ലതും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ഒരു പെരുമുറുക്കം ഉണ്ടല്ലേ? ഞാൻ അധികം നേരം ഒന്നും സംസാരിക്കുന്നില്ല. എന്നായാലും നിങ്ങൾക്ക് എന്തായാലും ഉച്ച വരെ നിങ്ങൾക്ക് ഏകദേശം ഒരു പകുതി സമയം വരെയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടീച്ചർമാർ ഈ ഒരു പരിപാടിയിൽ നിങ്ങളും കൂടെ സമ്മതിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ നിങ്ങളോട് ഇതിനകത്ത് പങ്കാളികളാകുമ്പോഴാണ് നമ്മുടെ ഈ പരിപാടി വിജയിക്കുന്നത്. നിങ്ങളിങ്ങനെ ഇരിക്കുക, ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നത് കുറേ കേൾക്കുക, കുറേ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കുകയല്ലേ? ഇല്ല, ഇപ്പം തന്നെ മടുക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തിയില്ലേ? അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാനധികം പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും ഇപ്പോൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമുള്ളൂ. ബാക്കിയൊക്കെ ഇവർ ഓഫീസേഴ്സ് സംസാരിക്കും. നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം എന്നൊക്കെയാണ് നമ്മളെല്ലാവരും പറയുക. പക്ഷെ നിങ്ങൾക്ക് വലിയൊരു കടമയുണ്ട്. ആ കടമ എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കണം. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ആ സമയത്ത് സ്വയം നമ്മൾ വലിയൊരു പദ്ധതിയുണ്ടല്ലേ, ഈ ലഹരി വിരുദ്ധ വാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിളിച്ചു കൂട്ടിയത് നിങ്ങളെപ്പോലുള്ള അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. നമ്മൾ കുറേ ആക്ടിവിറ്റീസ് കൊടുക്കണം. അതിനകത്ത് തിരഞ്ഞെടുക്കും ഏത് വാർഡ് മെമ്പറെയാണ് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഈ പരിപാടി സർക്കാരിൻ്റെ ഈ പ്രോഗ്രാമിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ്. കാരണം നമുക്ക് മുതിർന്ന ആളുകളിലേക്ക് ഇത് ആദ്യം എത്തിക്കാൻ വലിയ പാടാണ്. നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീടുകളിലെ നമ്മുടെ അച്ഛന്മാർ, ചേട്ടന്മാർ ഇവരൊക്കെ സിഗരറ്റ് വലിക്കും ഇല്ലേ? ഇല്ല വലിക്കത്തില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റും. ആര് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ നിങ്ങൾ പ്രിയപ്പെട്ട അച്ഛനെ അമ്മയൊക്കെ അവരൊക്കെ അച്ഛൻ ഒരു സ്വന്തം കുട്ടി വന്നു വരുമ്പോൾ അച്ഛാ ഇവിടെ വലിക്കല്ല്, ഇങ്ങനെ നമ്മൾ പൊതുസ്ഥലത്ത് വലിക്കാൻ പാടില്ല, നമുക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറച്ച് മാറ്റം സ്വാഭാവികമായിട്ടും വരും നമ്മുടെ വീടുകളിൽ. ഞാൻ പറഞ്ഞ സിഗരറ്റിൻ്റെ കാര്യം മാത്രമാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും. നിങ്ങളുടെ ഒരു ഇടപെടലാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് ആവശ്യം. നിങ്ങളിത് മനസ്സിലാക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇടപെട്ട് വരുമ്പോൾ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇടപെട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മുടെ പോലീസ് ചീഫ് പറഞ്ഞല്ലോ, നിങ്ങളെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഇത്രയും അധികം ആളുകൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ ആരോട് പറയും? ആദ്യം വന്ന് ആരോട് ആദ്യം പറയുന്നേ? ടീച്ചറോട് പറയും അല്ലേ? നിങ്ങൾ ടീച്ചറോട് പറയണം. നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഈ കോളേജിലെ മറ്റു കുട്ടികൾ, നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നമ്മുടെ സഹപാഠികളുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇത്തരം നടക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, സ്കൂൾ കുട്ടികൾ, അദ്ദേഹം ഈ നമ്മുടെ പോലീസ് അധികാരികളുടെ തെരച്ചിലിൽ ഒരു മിഠായി അങ്ങനെ എന്തോ ഒരു സംഗതി കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനുള്ള മിഠായി എന്നുള്ള നിലയിൽ ഈ ടൺ കണക്കിന് സാധനം നമുക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് പിടിക്കപ്പെട്ടു. അതൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കാൻ കൊണ്ടു തരുന്നത്, നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും. നമ്മൾ കൃത്യമായ ഈ സമൂഹത്തിൽ കാതും കണ്ണും തുറന്നിരിക്കണം. ആ മിഠായി തുടങ്ങി നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകും? വലിയ രീതിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ പറയണം. നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളാണ്, നമ്മളുടെ നിങ്ങൾ ഈ വരുന്ന തലമുറയാണ്, അവർക്കാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. ഇതാണ് നമ്മുടെ മഹത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ കുറേ പ്രസംഗിച്ചു അങ്ങനെ പോവല്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംസാരിക്കണം, നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കണം, നമ്മുടെ ബന്ധുക്കളോട് സംസാരിക്കണം. ഏത് ലഹരി ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ശക്തമായി എതിർക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ ആദ്യം ഒറ്റയടിക്ക് നമുക്ക് സാധിക്കത്തില്ല. പതുക്കെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിർത്താനായിട്ട് നമുക്ക് അവരെ പ്രചോദിപ്പിക്കാം. നമ്മുടെ ചേട്ടന്മാരുണ്ടെങ്കിൽ അവരോട് പറയാം, നമ്മുടെ ബന്ധുക്കളുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്കെതിരായുള്ള വലിയ ഒരു ക്യാമ്പയിൻ അത് നമുക്ക് ഏറ്റെടുക്കുന്നത് നിങ്ങൾ ഒരാൾ ചുറ്റുവട്ടമുള്ള നിങ്ങൾ എത്രയോ വീടുകളിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിലേക്കോ ഇത് ചെല്ലുന്നത്.
നിങ്ങളുടെ സ്കൂളുകളിലാണ്. അതുകൊണ്ട് നിങ്ങളാരും ഇത് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തനാകണമെങ്കിൽ, ഇപ്പം ഞാൻ ഇത് നിന്ന് നിങ്ങളോട് പറയുമ്പോൾ ഞാനൊരു സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഞാൻ മദ്യപിക്കാൻ പാടില്ല, ഞാൻ മറ്റൊരു ലഹരിയും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആകാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ കാണുന്നത്, നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറി നിന്നുകൊണ്ട് നിങ്ങളെ കഴിയുന്ന അത്രയും കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ, ഇപ്പോൾ അദ്ദേഹം നിങ്ങൾ പോലീസ് ഓഫീസറാവാം, ഡോക്ടർ, നാളെ ഭാവിയിൽ നിങ്ങൾ ഡോക്ടർമാരാകാം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഡോക്ടർമാരാവാം, നല്ല ഡ്രൈവർമാരാവാം, അങ്ങനെ പല മേഖലയിലും നേഴ്സാവാം, അങ്ങനെ പലതും നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഏതു മേഖലയിൽ വന്നാലും സാധാരണ ഈ ഒരു ജോലി എന്നതിനപ്പുറം സമൂഹത്തിൻ്റെ കുറച്ച് ഭാഗമായി നമ്മൾ മാറിക്കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി നിന്നുകൊണ്ട് ഒരു പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ഉറപ്പായും ഈ ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളെല്ലാവരും ഉണ്ടാവും അല്ലേ? നിങ്ങൾ മറുപടി പറ, ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറ. ഉണ്ടാവും. അപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരു വലിയ കരുത്ത് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much.